+1 ഫിസിക്സ് അഞ്ചാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇതിൽ മൊമെന്റം, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യമായി മൊമെന്റം എന്താണ് എന്ന് പഠിക്കാം. മൊമെന്റം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. ഒരു വസ്തുവിന്റെ മാസ്, വെലോസിറ്റി ഇവ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെന്റം. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു m ഇൻറ്റു v. മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മൊമെന്റവും അപ്ലൈഡ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ചില സിറ്റുവേഷൻസും അതിൻ്റെ റീസൺസും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി, ഒരു കാറും ഒരു ലോറിയും ഒരേ സമയം കൊണ്ട് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളെയും തള്ളി നീക്കാൻ വ്യത്യസ്ത ബലം പ്രയോഗിക്കേണ്ടി വരും. A much greater force is needed to push the truck than the car to bring them to the same speed in the same time. മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. A greater opposing force is needed to stop a heavy body than a light body in the same time if they were moving with the same speed. ഒരു ഭാരം കൂടിയ വസ്തുവും ഒരു ഭാരം കുറഞ്ഞ വസ്തുവും, ഇവയെ നമുക്ക് അതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വ്യത്യസ്ത ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ടു സ്റ്റോൺസ് ഓൺ ലൈറ്റ് ആൻഡ് ദ അതർ ഹെവി ആർ ഡ്രോപ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, എ പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് വിൽ ഫൈൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാച്ച് ദ ലൈറ്റ് സ്റ്റോൺ ദാൻ ദ ഹെവി സ്റ്റോൺ. വളരെ മുകളിൽ നിന്ന് ഒരു ഭാരം കൂടിയ ഒരു സ്റ്റോണും ഭാരം കുറഞ്ഞ സ്റ്റോണും താഴേക്ക് ഇടുന്നു ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്. ബിൽഡിങ്ങിന് താഴെ നിൽക്കുന്ന വ്യക്തിക്ക് ഭാരം കുറഞ്ഞ ബോൾ വളരെ ഈസി ആയിട്ട് പിടിക്കുവാൻ വേണ്ടി സാധിക്കും ഭാരം കൂടിയ കല്ലിനേക്കാൾ. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ എന്തായിരിക്കും ഒരു റീസൺ നമുക്ക് പറയാൻ സാധിക്കുക? മൊമെന്റവും അപ്ലൈഡ് ഫോഴ്സും തമ്മിൽ. മൊമെന്റം എന്ന് പറയുന്നത് മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഒരു വസ്തുവിന്മേൽ മറ്റൊരു വസ്തു ഉണ്ടാക്കുന്ന ഫോഴ്സ്ഫുൾ എഫക്റ്റ് കൂടിയാണ്. ഇവിടെ എല്ലായിടത്തും ചേഞ്ച് ഇൻ മൊമെന്റം, സമയത്തിനനുസരിച്ചുള്ള മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് അത് ഭാരം കൂടിയ വസ്തുക്കൾക്ക് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. In these cases, change in momentum is greater for a heavy body. Therefore, the external force required is proportional to change in momentum for the given time. ഈ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് നാം പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിനോട് നേർ അനുപാതത്തിലാണ്. ഇനി മറ്റൊരു സിറ്റുവേഷൻ, അതിൽ രണ്ട് ഉദാഹരണങ്ങളൊന്ന് നോക്കാം. A bullet fired by a gun can easily pierce human tissue before it stops, resulting in casualty. ഒരു ബുള്ളറ്റ്, ഒരു തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ട, അത് മനുഷ്യ ശരീരത്തിൽ തുളച്ചു കയറുന്നു അത് നിൽക്കുന്നതിന് മുൻപ്. അങ്ങനെ അത്യാഹിതം സംഭവിക്കുന്നു. മറ്റൊരു സിറ്റുവേഷൻ, the same bullet fired with moderate speed will not cause much damage. ഇതേ ബുള്ളറ്റ് തന്നെ വളരെ സ്പീഡ് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലോ ആദ്യമുണ്ടായ അത്രയും കാഷ്വാലിറ്റി ഉണ്ടാകുന്നില്ല. അപ്പോ ഇവിടെ എന്തായിരിക്കും ഒരു റീസൺ പറയാൻ കഴിയുക? ഇങ്ങനെയാണ്. The velocity is high for a bullet from a gun. The change in momentum is high. Otherwise, the external force required to stop the bullet is proportional to change in momentum for a given time.
മൊമെന്റവും എക്സ്റ്റേണൽ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ ഓർമ്മ വെക്കേണ്ടതുണ്ട്. ദ ചേഞ്ച് ഇൻ മൊമെന്റം ബ്രോട്ട് അബൌട്ട് ഇൻ എ ഷോർട്ടർ ടൈം നീഡ്സ് ഗ്രേറ്റർ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് വൈസ് വേഴ്സ. The external force is proportional to the change in momentum. നമുക്ക് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം സമ്മപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. The external force is proportional to the change in momentum. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് ഇങ്ങനെയാണ്. The Newton's second law states that the rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ആ വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന ബലത്തിനോട് നേരനുപാതത്തിലായിരിക്കും. ഒപ്പം തന്നെ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശയിലുമായിരിക്കും. ഈ ലോ ആണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ബലം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ബലത്തിന്റെ ഇക്വേഷൻ നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാലോ? അതായത് സെക്കൻഡ് ലോയുടെ ഡെഫിനിഷൻ അനുസരിച്ച് മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, where delta p is the change in momentum in the time interval delta t and k is the constant of proportionality. Taking the limit delta t tends to 0, നമുക്ക് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന ആ ഒരു ടേമിനെ അതിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. That is, F is equal to K into dP by dt. For a body of fixed mass m, ഒരു വസ്തുവിന്റെ മാസ് അത് എപ്പോഴും ഫിക്സഡ് ആണ്. ആ ഒരു അവസ്ഥയിൽ dP by dt is equal to m into dV divided by dt, since P is equal to mv, or dV by dt ആ ഒരു ടേം നമുക്കറിയാം ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന ടേം എന്തായിട്ട് മാറുന്നു? എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്കിത് മുകളിലുള്ള ആ ഒരു ഇക്വേഷനിലേക്ക്, എഫിന്റെ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? അങ്ങനെ ആ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നായിട്ട് മാറുന്നു. കെയുടെ വാല്യൂ 1 ആയി നാം എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് നമുക്ക് രേഖപ്പെടുത്താം. ഇതാ ബലത്തിന്റെ ഇക്വേഷൻ ആയി. എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് സിംഗിൾ പാർട്ടിക്കിൾ ആൻഡ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ, അതിനെ നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം. Definition of 1 Newton. 1 Newton is that force which causes an acceleration of 1 meter per second square to a mass of 1 kilogram. 1 kilogram മാസുള്ള ഒരു വസ്തുവിൽ 1 meter per second square ആക്സിലറേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഫോഴ്സ് എത്രയാണോ അതിനെയാണ് 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് 1 Newton is equal to 1 kilogram meter per second square. Laws of motion എന്ന ചാപ്റ്ററിലെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, മൊമെന്റം എന്നീ രണ്ട് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.